അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂന്ന് പണ്ടുള്ളവര് പറയും. പക്ഷേ സുശീല അനുപമയോട് അടുത്തപ്പോ പുളിയല്ല മധുരമാ അറിഞ്ഞത്. സുശീലേ, അതാണ് അനുപമയുടെ ഗുണം. അത് നീ പണ്ടേ മനസ്സിലാക്കേണ്ടതായിരുന്നു സുശീലേ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് കുഞ്ഞമ്മേ. സുശീലാന്റിയുടെ സമയം തെളിഞ്ഞത് ഇപ്പഴാ അല്ലേ ആന്റി? സമയം ശരിക്കും തെളിഞ്ഞത് അനുപമയ്ക്ക് രവി. അവളെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റാ. ആണോ? അയ്യോ, കൊച്ചുണർന്നല്ലോ അല്ലേ? കൊറേ നേരമായി ഉറങ്ങുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. കൊച്ചുണർന്നു കഴിഞ്ഞാ പിന്നെ ഒരു കാര്യം നടക്കത്തില്ല. ദേ വരുന്നേ. ഓ, അനുപമ പഞ്ചായത്ത് പ്രസിഡന്റായ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആന്റിക്കല്ലേ തരാ. അതൊരു അഭിമാനമല്ലേ? അനുപമയ്ക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവും. അവൾ അത്രയ്ക്ക് നല്ലവളാ. കൊള്ളാലോ. ഞാൻ ഇന്നു മുതൽ അനുപമയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനുള്ള പ്രചാരണത്തിന് ഇറങ്ങുക രവി. ആ, നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം കേട്ടോ. ഞങ്ങളുടെ വാർഡ് വരെ ആയതുകൊണ്ട് അനുപമയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അനുപമ ജയിക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചോളാം. അല്ലേ ഹർഷേ? അതെ, അനുപമ ജയിക്കും ആന്റി, ഉറപ്പാ. അതെ, ഉറപ്പാ. ആ, എന്നാലേ ഞാൻ അങ്ങ് ഇറങ്ങുക. പിന്നെ പ്രചാരണത്തിനിടയിൽ സമയം കിട്ടുവാണെങ്കിലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം ഹർഷേ. പോട്ടെ? ശരി ആന്റി. ശരി, പോയിട്ട് വരാൻ രവി. ആയിക്കോട്ടെ ആന്റി. ആ സുശീല കുഞ്ഞമ്മേ. മോനെ, ഞാനങ്ങ് ചെന്നപ്പോഴേ ഉറങ്ങി. എന്തോ ദുസ്വപ്നം കണ്ടതായിരിക്കും. ഓ, വല്ല ഭൂതോ പിശാചിനെയോ കണ്ടു കാണും. ആണോ? എന്നാ ശരി, ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ സാറേ, മോന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലൂ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. ഒന്ന് ചെല്ലൂ. ഞാൻ അപ്പോഴേക്ക് ഹർഷമോൾക്ക് മരുന്നെടുത്തു കൊടുക്കട്ടെ. മോളെ, ഇപ്പൊ കൊണ്ടുവരാവേ. വേണ്ടേ? അക്ഷയ്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ രഘുവേട്ടാ? അച്ഛനത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു. ഞാൻ വരുന്നു. ഓ, ഈ നരയൊക്കെ അവിടെ ഇരുന്നോട്ടെ. കമ്പനിയിലേക്കല്ലേ പോകുന്നത്? ആരുടെയും കല്യാണത്തിനൊന്നും അല്ലല്ലോ. നീ ഇപ്പൊ എന്റെ ഓരോ ചലനവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടല്ലോ അമ്പിളി. ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യമായിട്ട് കണ്ടാ പോരെ? ആ, എന്ന് മുതലാ രഘുവേട്ടന് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായത്? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇനി ഞാൻ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നോളാം കേട്ടോ. നീ രാവിലെ തന്നെ കോർക്കാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നല്ലോ. അപ്പുറത്ത് വേറെ ആരെങ്കിലും വല്ല ഉടക്കുണ്ടായോ? അയ്യോ, നമ്മൾ ആരുമായിട്ട് ഒരു ഉടക്കിനും ഇല്ലേ. അല്ലെങ്കിൽ തന്നെ വേറെ ആരുടെങ്കിലുള്ള ദേഷ്യം ഞാനിതിനെ നിങ്ങളോട് തീർക്കുന്നേ. നിങ്ങളുടെ പുതിയ ശീലങ്ങൾ തന്നെ കണ്ടാ മതിയല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്തു അമ്പിളി നീ പറയുന്നേ? എന്റെ മീശയിലുണ്ടായിരുന്ന നരച്ചുമുടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണോ എന്റെ പ്രശ്നം? ആ, പറയുമ്പോ ഇങ്ങനെ ഓരോ കാര്യത്തിൽ കയറി പിടിച്ചാ മതിയല്ലോ. കേൾക്കുന്നവർക്ക് തോന്നും ഇവളെന്തിനാ ഇതുപോലൊരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നേന്ന്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കല്ലേ അറിയാവൂ. സാധാരണ അമ്മാവന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാ. ഇപ്പൊ അച്ഛൻ കാത്തിരുന്നപ്പോ ഇവിടെ വന്നിരുന്ന് മുഖം മിനുക്കുക. രഘുവേട്ടന്റെ മനസ്സേ ഇപ്പൊ കുടുംബത്തിലൊന്നും അല്ലാന്നുള്ളതിന്റെ തെളിവാ ഇതൊക്കെ. അയ്യോ എന്റെ പൊന്നെ, നമിച്ചു മോളെ. ഞാൻ പോയി കഴിക്കാം. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഞാനെന്തിനാ? അവിടെ എല്ലാരും ഉണ്ട്. എനിക്കേ തുണിയൊക്കെ അലക്കാനുണ്ട്. രഘുവേട്ടൻ പോയി കഴിക്കും. ആ, വരാ കേട്ടാ, വന്നിരിക്കും. വാ, ഞങ്ങൾ കഴിച്ചു തുടങ്ങി. അമ്മവൻ കഴിക്കാൻ കാത്തിരിക്കുന്നു പറഞ്ഞ ആള് തന്നെ ഇത്ര നേരം എന്നെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. വഴക്കായിരുന്നല്ലേ? ഇവിടെ അതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നു. അമ്പിളി ചേച്ചി ഒന്നും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലും രഘുവേട്ടനെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്ന് അമ്പിളി ചേച്ചിക്ക് നിർബന്ധം.
അതെ എനിക്ക് മതി. കോളേജിലേക്കുള്ള ബസ് പോയിനി നിന്നാ. കഴിച്ചു കഴിഞ്ഞെങ്കിൽ മോള് എഴുന്നേറ്റോ. ആ പ്ലേറ്റ് അവിടെ വെച്ച മഞ്ചാടി, ഞാൻ എടുത്തോളാം. വേണ്ട ചേച്ചി, ഞാൻ എടുത്തോളാം. മോളെ അച്ഛ ഒരു ദോശയും കൂടി എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട, മോള് പ്ലേറ്റ് എടുത്തൊന്ന് കഴിക്കും. ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ. ദാ, ആ മഞ്ചടി, ഞാൻ വേണമെങ്കിൽ കമ്പനി പോകുന്ന വഴി നിന്നെ കോളേജിൽ വിട്ട് തരാം. കുറച്ച് ആ അതൊന്നും വേണ്ട. മഞ്ചാടി ബസ്സിൽ പൊയ്ക്കോളും. മതി. നിങ്ങൾ ഈ ബില്ല് ആർക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തതിന്റെ ആണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. 3800 രൂപയുടെ മരുന്നാ വാങ്ങിയേക്കുന്നത്. പേഷ്യന്റിന്റെ പേരും ഡോക്ടറുടെ പേരും ഒന്നുമില്ല ഇതില്. ടൗണിലെ മെഡിക്കൽ ഷോപ്പിന്റെ പേരുണ്ട്. മരുന്ന് വാങ്ങി ബില്ലല്ലേ, അല്ലാതെ വേറൊന്നല്ലല്ലോ. അത് സമാധാനത്തോടെ ചോദിച്ചാൽ രഘു പറയില്ലേ? എനിക്കങ്ങനെ സമാധാനിക്കാൻ പറ്റില്ലച്ചാ. ഒരാളുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ പോലും ഞാൻ അറിയാതെ രഘുവേട്ടൻ ഇതൊന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛാ, ഞാൻ പോവാണേ. ഇനി നിന്ന് എന്റെ ക്ലാസ് മുടങ്ങുവേ. രഘുവേട്ടാ പറഞ്ഞേ, ഈ മരുന്ന് നിങ്ങൾ ആർക്ക് വാങ്ങിച്ചു കൊടുത്തതാ? ഇന്നലെ സ്റ്റിച്ചിങ് സെക്ഷനിൽ ബട്ടൺസ് വാങ്ങി കൊടുക്കണമെന്നും പറഞ്ഞ് തിരക്കിട്ട് പോയത് ഇതിനായിരുന്നോ? അതെ, ആർക്കെങ്കിലും മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞ അമ്പിളി ചിലപ്പോ സമ്മതിച്ചില്ലെന്ന് വരും. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. ആർക്കാ രഘുവേട്ട ഇത്രയും വില കൂടിയ മരുന്ന്?